അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. അല്ല ഇന്നെന്തിനാ സ്പെഷ്യൽ പരിപാടി? ഇന്ന് ഞങ്ങള് മോളുടെ വീട് വരെ ഒന്ന് പോവാൻ നിൽക്കാം. കുറച്ച് ദിവസമായി ഇയാളിലേക്ക് പോയിട്ട്, അപ്പൊ ഇനി പ്രസവം എടുക്കാറായി, അപ്പൊ ഒന്ന് പോയിട്ട് വരാന്ന് വെച്ചിട്ട്. അതെ, അതിനു മുമ്പ് പോയി ചേച്ചീനെ ഒന്ന് കണ്ട് സെറ്റ് ചെയ്ത് കൊണ്ടുകൊടുക്കാണ്ട് അതെ അതൊക്കെ കൊടുത്ത് പോരാണ്. അതെ, അപ്പൊ നമുക്ക് നൈസിൽ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയാലോ? ഓക്കെ ഓക്കെ, സെറ്റ്. ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോണതിന്റെ ഇടയിൽ ഒരു അടിപൊളി സീൻ കണ്ടിട്ട് ഞങ്ങൾ നിർത്തിയതാണ്. ഇപ്പൊ കാണിച്ചു തരാട്ടെ. ഇതിന് നമ്മുടെ തൃപ്രയാറ് ശ്രീരാമക്ഷേത്രം അതിനാള് ഹെവിയാണ്. ഇവിടെ നല്ല കൊറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോട്ടിങ് ഉണ്ട്, അത് ഇതൊക്കെ ഉണ്ട്. പിന്നെ എന്തൊക്കെ വേറെ പരിപാടികളൊക്കെ ഉണ്ട്. നാലമ്പലം തൊടുന്ന സീസൺ ആയതുകൊണ്ട്, കർക്കിടക മാസം ആയതുകൊണ്ട് ഭയങ്കര തിരക്കാ. അതാണ് നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റിയില്ല, നല്ല തിരക്കാ അവിടെ. അതെ, നമ്മളിങ്ങനെ ജസ്റ്റ് ഇതിന്റെ അതിനാളും ഇത് ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ ചേച്ചിയുടെ വീടെത്തും. ഇത് അതിനാള് കിടിലം വ്യൂ ആയില്ലേ, നോക്കി നല്ല തെങ്ങ് രണ്ട് മിനിറ്റ് അവിടെ കേട്ടോ. ആ അമ്പലത്തിന്റെ ഇവിടെ ആയിട്ട് നടത്തും. ഈ തെങ്ങുകൾ ഇങ്ങനെ ചാരി കിടക്കുന്ന കാണാൻ തന്നെ ഒരു ജാതി ലുക്ക് ആയില്ലേ. അതെ, സംഭവകലി മറ്റേ പായല് അല്ലേ? അടിപൊളി. അമ്മക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അമ്മക്ക് കുറെ പറഞ്ഞ് ഇവിടെ ചവിട്ടാന്ന്. പക്ഷെ ഇവിടെ നല്ല ബ്ലോക്കാണ്. അത് കാരണം നിർത്തല് ഇത്തിരി കലാപാണ്. അപ്പുറത്തുണ്ട്, ഈ പാലത്തിന്റെ അടുത്താണ്. അത് കാരണം ഇത്തിരി കലാപാണ്. നൈസ് വ്യൂ ആട്ടാ. നിങ്ങൾ ആരെങ്കിലും ഈ ഭാഗത്തുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് പറഞ്ഞോളോട്ടെ. ഇവിടേക്ക് വരാറുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞോളൂ. നമ്മുടെ ചേച്ചിയുടെ വീടൊക്കെ ഇവിടെയാണ് അല്ലേ അമ്മ? അതെ, എന്തായാലും കണ്ട മീനൂട്ട് ഇപ്പൊ ഇല്ലല്ലോ. എന്നിട്ട് അവിടെ ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതന്നെ കണ്ട കൊടുക്കണ പിള്ളേരുകളൊക്കെ ഇട്ട് കൊടുക്കണുണ്ട്. അതിന്റെ ഇടയില് വെടിപൊട്ടി. എന്തായാലും നമുക്ക് പോവാലോ. അപ്പൊ തിരിച്ച് ഇപ്പൊ ഇത് കണ്ടപ്പോ ഒന്ന് നടത്താൻ തോന്നി. നിങ്ങൾ ബോട്ടിങ്ങും കാര്യങ്ങളും അങ്ങനത്തെ പരിപാടികളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ അതും കൂടി കാണിക്കാന്ന് വെച്ചിട്ടാണ്. എന്താ വരാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വരാലോ. അപ്പൊ ശരിയാ, നമുക്ക് പോവാലേ? അതെ, പുഴയിലധികം വെള്ളമായോണ്ട് എന്തിട്ടാണ് അത് ഈ നേരത്തെ ഉണ്ടാവില്ല, വൈകിട്ട് ഇല്ലാണ്ടാവും കേട്ടോ. പറയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് ചേച്ചിയോടേക്ക് പോവാം. അതെ, ബോട്ടിങ്ങിന്റെ വീഡിയോ ഒക്കെ ഇറക്കാം നമുക്ക്. ചേച്ചിന് പിന്നെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതെ, മറ്റേ വളക്കാപ്പിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാരും കണ്ടിട്ടുണ്ടാവും. ചേച്ചീനെ എല്ലാരും ചോദിക്കാറുണ്ട് കേട്ടോ ലൈവിലൊക്കെ വരുമ്പോ. അതെ, നല്ല അടിപൊളി ഫുഡുകളൊക്കെ തന്നെ ഇവിടെ ചേച്ചി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടൊക്കെ ചേച്ചി എന്നിട്ട് പത്തിരി, ചിക്കൻ കറി, കായിട്ട ചിക്കൻ കറി, പിന്നെ ബ്രോസ്റ്റഡ് വീട്ടിലുണ്ടാക്കിയത്, ഇത് ഗോബി വറുത്തത്. ഗോബി എന്ന് വെച്ചാ കോളിഫ്ലവർ, ഗോബി മഞ്ചൂരിയൻ എന്തൊക്കെ പറയാ. പിന്നെ അച്ഛന്റെ സോസ് കൂട്ടി കഴിക്കുന്നുണ്ടോ? അതെ, സോസ് കൂട്ടിയ മറ്റേ ബ്രോസ്റ്റഡും ഇതൊക്കെ കൂടിയിട്ടാവും. അപ്പൊ അതന്നെ നല്ല അരിപ്പത്തിരിയും ചേച്ചി അരിപ്പത്തിരിയും ചിക്കൻ കറിയും നല്ല ചിക്കൻ കറി. പത്തിരി ഉണ്ടാക്കിയത് അമ്മയുടെ പത്തിരി അമ്മ തന്നെയല്ല ഉണ്ടാക്കിയത്. സംഭവം മറ്റേ വീഡിയോ ഇറങ്ങിയപ്പോ ഉണ്ണിയായോ എന്നൊക്കെ കൊറേ പേര് ചോദിച്ചിട്ടുണ്ട്. കാണാൻ വന്നതവര്. അപ്പൊ ഞാൻ അവിടെ ഇല്ലാത്തത് ഞങ്ങൾക്ക് എന്റെ വീട്ടിലാ. അപ്പൊ അത് കാരണം കാണാത്ത അവിടെ. ഇനി ഉണ്ണിനെ കാണാം. അതെ, ഇനി അടുത്ത മാസമൊക്കെ ആയിട്ടല്ലേ? അടുത്ത മാസമല്ല, ഈ മാസം തന്നെ ഉണ്ടാവും. അപ്പൊ അമ്മയും അച്ഛനും അനിയനെ തന്നെ കാണാൻ വന്നതാ. ഈ മാസം ഒടുവിലൊക്കെ ആയിട്ട് നമുക്ക് അപ്പൊ ഉണ്ണിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങണം. അപ്പൊ സ്പെഷ്യൽ സാധനങ്ങൾ ഇതേ അമ്മയ്ക്കും ടുട്ടൂന്നാ ഞാൻ വിളിക്കുക. ടുട്ടൂന്ന് അതാരും അറിയില്ലല്ലോ, ടുട്ടു പോലാണ് ഞങ്ങള്. അപ്പൊ അമ്മയും അച്ഛനും ഇതേ ടുട്ടും കഴിക്കുന്നു. എന്നിട്ടാ ഇതേ വേറെ പേര് ഇതേ അച്ഛൻ പറയുന്നുണ്ട്. അച്ഛന് പേരും കൂടി അറിയില്ല. എന്റെ കഷ്ടം. അച്ഛന് പേരൊക്കെ തെറ്റി തുടങ്ങി. പിന്നെ അതിന്റെ ഇടയിൽ തന്നെ ചേച്ചീനെ നല്ല ഉണ്ണിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വരാൻ വേണ്ടിട്ട് കുറെ പേരൊക്കെ തന്നെ മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്.
ആ ഇനി പേര് നിങ്ങൾ ആ suggest ചെയ്തോ അത് ട്ടാ. നല്ല പേരും കാര്യങ്ങളും ഉണ്ണിക്ക് ആൺകൊച്ചായ ആൺകൊച്ചിനും പെൺകൊച്ചായ പെൺകൊച്ചിനും ഇടാൻ പറ്റിയ പേരുകളും കാര്യങ്ങളൊക്കെ നോക്കിട്ട് പറഞ്ഞോളൂ കേട്ടാ. അതെ അപ്പൊ നമുക്ക് അതിന് സെലക്ട് ചെയ്യാലോ. അതെ ഞങ്ങൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. നല്ല പേര് നോക്കിയിട്ട് നമ്മ അതിൽ നിന്ന് സെലക്ട് ചെയ്യും. എന്നിട്ട് നല്ല പേര് പറയണ ആൾക്ക് ഇതിന്റെ കൊടുക്കാൻ അത് നമ്മുടെ എന്താ ഉണ്ണിയുടെ 90-ന് നമ്മുടെ വീട്ടിലേക്ക് വന്ന് എന്നൊക്കെ കളറാക്കാം. അതെ സെലക്ട് ചെയ്യുന്ന പേര് ആരാന്ന് വെച്ചാല് നമുക്ക് വീട്ടിലേക്ക് വരുത്താം. അതെ പവറാക്കാം. അപ്പൊ എല്ലാരും നല്ല പേരുകളും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്തോളൂട്ടാ. പിന്നെ എന്നിട്ട് ചേച്ചിയെ പറയാനുള്ളത്, ചേച്ചിയുടെ കൊറേ പേര് നല്ല അടിപൊളിയായിട്ട് ഞാൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിച്ചില്ല കേട്ടോ. ആ വീഡിയോ നന്നായിട്ട് കേറിപ്പോയി. നമ്മുടെ വളക്കാപ്പ് വീഡിയോ ഞങ്ങള് വിചാരിച്ചൊന്നുമില്ല, ഞങ്ങള് ചുമ്മാ വെറുതെ എടുത്തതാ. പക്ഷെ ഇങ്ങനെ സെറ്റ് അല്ലാതെ എന്റെ വീടിന്റെ അവിടെ ഉള്ളവരൊക്കെ ചോദിക്കുക അതാരാ അമ്മയും മോനും ഞങ്ങള് വിചാരിച്ചില്ല ഇത്ര ഇതാവുന്നു. ഇവിടെ അമ്മ സ്റ്റാറ്റസ് ഇട്ടപ്പോഴൊക്കെ ഭയങ്കരമായിട്ട് വൈറലായി. ഇവിടുത്തെ ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട്. നല്ല അടിപൊളിയുണ്ട്. ചേച്ചിയുടെ അമ്മ ഓടിപ്പോയി. അമ്മ എന്നിട്ടൊന്നും മിണ്ടാണ്ടിരിക്കണം. അമ്മ മിണ്ടാണ്ടിരുന്ന് നൈസിൽ ഫുഡ് കഴിക്കാട്ടാ. അമ്മ ഫുഡ് കഴിക്കുമ്പോഴായാലും അല്ലെങ്കിൽ അമ്മ മിണ്ടില്ല. അതാണ് അമ്മയുടെ ഹൈലൈറ്റ് വരുന്നത്. ഞാൻ യാത്ര ചെയ്ത എന്റെ ക്ഷീണത്തിലാണ് ഇവിടെ. അത് മറ്റേ വീഡിയോയില് നമ്മ പറഞ്ഞില്ലേ അമ്മയ്ക്ക് ഉഷാറില്ല, അമ്മായിമ്മ സീനാന്ന് എല്ലാരും പറഞ്ഞിട്ട്. ഞാന് അത് ഞാൻ പറയാം. ഞാൻ ആദ്യം വന്ന അമ്മ കഥ പോട്ടെ കാണാൻ വന്നപ്പോഴേ ചേട്ടൻ ഉണ്ടായിരുന്നില്ല. ടുട്ടും അമ്മയും പിന്നെ ടൊട്ടൂന്ന് പറഞ്ഞ ചേച്ചി നാരി. അപ്പൊ അമ്മ വന്നിട്ട് ഏതാണ്ട് ഹെഡ് മിസ്ട്രസിന്റെ പോലെ ഇങ്ങനൊരു നോട്ടം. പിന്നെയല്ല അമ്മ ഒന്നല്ല, അമ്മ ഒരു പാവാണ്. പക്ഷെ അമ്മേനെ കാണുമ്പോഴല്ല എല്ലാരും അമ്മ ഭയങ്കര സാധനാണ്. ഇവിടെ എല്ലാരും പറഞ്ഞു അമ്മ ഭയങ്കര സാധനാണ്. പക്ഷെ അമ്മ ഒരു പാവ. അമ്മ അങ്ങനെ നിൽക്കില്ല. എല്ലാരും പറയും അമ്മേനെ ആദ്യം കാണുമ്പോ അമ്മ പെട്ടെന്ന് സംസാരിക്കില്ല. പിന്നെ പിന്നെ അതീവ്ചേട്ടൻ, അതായത് ഇവിടത്തെ എന്റെ ഹസ്ബൻഡ് അമ്മയുടെ മൂത്ത മോൻ, അതെ അമ്മക്ക് ഇഷ്ടായാലേ കല്യാണം നടക്കുള്ളൂ. അപ്പൊ എനിക്ക് ആ ടെൻഷനും. അപ്പൊ പക്ഷെ അമ്മ പാവാണ്. അയ്യോ എന്തൊരു പാവാന്ന് പറയും. അന്ന് സംസാരിക്കില്ല. അന്ന് വരുമ്പോ 2 വാളൊക്കെ വെച്ചിട്ട് ക്ഷീണിച്ചിട്ടാ വന്നേ. എന്നിട്ട് ആകെ ഛർദിച്ച് ബഹളം ഇതാക്കിട്ടാ വന്നേ. ഇപ്പൊ സ്ഥിരമായിട്ട് വന്ന് ഇപ്പൊ തിരി ഛർദില്ല, ക്ഷീണുണ്ട്. ഇപ്പൊ ക്ഷീണാണ്. ക്ഷീണിച്ചില്ല. ഇന്നലെ ലൈവില് വന്നപ്പോഴോ നല്ല തലവേദന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഫുള്ള് തലവേദനയായിരുന്നു. ഇന്നിപ്പൊ കുഴപ്പമില്ല. പക്ഷെ യാത്ര ചെയ്തതിന്റെ ക്ഷീണം എനിക്ക് അങ്ങനെയാ. നല്ല ഫീലിങ്സ് ഉണ്ട് നമ്മുടെ വീഡിയോയില്. അതെന്തിട്ടാന്നറിയില്ല, നമുക്ക് നോക്കാം. അതെ നല്ല ഫുഡോളാണ് ഇവിടെ വന്നാ. പിന്നെ ഫുഡ് ഗംഭീര ഫുഡോളാവും അല്ലേ? കഴിപ്പിച്ചോണ്ടിരിക്കും. അപ്പൊ ഞാൻ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഇനി ഇതേ ഇവിടുന്ന് കുറച്ച് ചെടികൾ കളക്ട് ചെയ്യാൻ പോവാൻ മോളുടെ അമ്മ കട്ട് ചെയ്ത് തരുന്നുണ്ട്. ഓർക്കിഡ് ചേച്ചിക്ക് വെറ്റിലേടയാ. വെറ്റിലേട അതിന്റെ മറ്റേ ചെടിയാണോ അത് നിക്കുന്നത്? ഏത് ഇതല്ലേ? മറ്റേ മുറുക്കുന്നത് ഇത് കുരുമുളകിന്റെ ഇല ടൈപ്പ് തന്നെയാ. അടിപൊളി. ഇതാണ് ചേച്ചിയുടെ വീട്. കാര്യങ്ങളൊക്കെ കുറെ ചെടികളും കാര്യങ്ങളുണ്ട്. പിന്നെ അതിന്റെ ഇടയിൽ ഹൈലൈറ്റ് വന്നേക്കുന്നത് അമ്മ പറഞ്ഞു കൊടുത്തമ്മ. ഇത് ഇന്നലെ ഇവരെ ആരോ പറ്റിച്ചതാ. വയലറ്റ് ചെമ്പരത്തിയാന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് കൊടുത്തതാ. അടിപൊളി. നല്ല ഓറഞ്ച് ചോപ്പൊക്കെ ആയിട്ട് പൂ വന്നേക്കുന്നുണ്ട്. ഈ പറഞ്ഞ അച്ഛൻ പറഞ്ഞ പോലെ നേരത്തെ എന്നിട്ട് ഉണങ്ങിയപ്പോ വൈലറ്റ് ഉണങ്ങിയപ്പോ ചെറുതായിട്ട് വൈലറ്റ് ആയി വന്നു. പിന്നെ ഇത് എന്നിട്ടാ നാരങ്ങ അല്ലേ? ഇത് ഒരു ജ്യൂസ് നാരങ്ങ എന്ന് പറയുന്നത്. നല്ല ഉറുമ്പുണ്ട് ഇവിടെ, നിറച്ച് ഉറുമ്പ്. ജ്യൂസ് നാരങ്ങ ഇത് പഴുത്താലും പച്ചക്കായാലും മിക്സിയിലിട്ട് അടിച്ചിട്ടേ പഞ്ചസാര കൂട്ടി അടിച്ച് ജ്യൂസ് പോലെ കുടിക്കാം. അടിപൊളി. ജ്യൂസ് പോലെയല്ല, ജ്യൂസാണ്. കൊറേ ഉണ്ടാവും. ചേച്ചിയുടെ അമ്മ സംഭവം സെറ്റാക്കുന്നുണ്ട്. ചെടികള് എന്റെ വീട്ടിലില്ലാത്ത ചെടികള്.
അമ്മക്കെല്ലാം വേണം. അതാ വീട്ടിൽ പോയി കഴിഞ്ഞ ഒക്കെ വേണം. വേറെ ആ ഇതിന്റെ ശരിക്ക് ചട്ടിയില് സിറ്റ് ഔട്ടിലൊക്കെ വെക്കാം. സിറ്റ് ഔട്ട്. എന്നിട്ട് ചേച്ചിയുടെ വിശേഷങ്ങൾ പറയേ. ചേച്ചിയുടെ വിശേഷം അതാ കറുത്തൂന്ന്. അതങ്ങനെ എന്നിട്ട് വലിയ മറ്റേ ആങ്കൊച്ചി ഉണ്ടാവും. എന്നിട്ട് ആങ്കൊച്ചുണ്ടാവുമ്പോ കറക്കുന്ന, പെങ്കുച്ചാകുമ്പോ വെളുക്കുന്നു. അതെ, മറ്റേ പേരിന്റെ കാര്യം ഒന്നുകൂടി പറഞ്ഞോ. നല്ല പേര് സജസ്റ്റ് ചെയ്യാം, ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും. അതെ സെലക്ട് ചെയ്യാം. അതെ, എന്തായാലും നമ്മുടെ ഇൻസ്റ്റയിൽ എന്തെങ്കിലും വേണ്ട ചേച്ചിയുടെ ഐഡി വേണം. ആ കമന്റിൽ ഇടണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഞാൻ ചേച്ചിയുടെ ഐഡിയ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയുടെ ഐഡി രണ്ടും ഉണ്ടാവും അല്ലെ. അതിലേതെങ്കിലും സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്യാം. അതെ, നോക്കിയിട്ട് അവരെ വിളിക്കും. അതെ അതെ വേറെ അതെ. അമ്മ ഇപ്പൊ ചെടികളുടെ കാര്യം വന്നപ്പോ ആള് ഉഷാറായി നൈസില്. വെച്ച് പിടിപ്പിക്കുക ഓണത്തിന്. ഓണം വെക്കാൻ ഉണ്ണി വരുമ്പോഴേക്കും സെറ്റ്. ഇനി നമ്മ വേറെ പറമ്പിക്കൊന്നും പോയി എന്നിട്ട് തുമ്പ പറിക്കേണ്ട ആവശ്യം. പക്ഷെ നല്ല കാര്യത്. അത് എന്നാലും പിടിച്ചോ. എന്തായാലും ഞാൻ പറിച്ചതല്ലേ. ലക്ക് കൂടിയിട്ട് കുഴപ്പമുള്ള അവിടെ. അത് സുഭാഷ് എന്ന് പറഞ്ഞത് അമ്മയുടെ അനിയന്റെ വീട്ടിൽ പോയാലും തന്നെ പെടുത്താം ഒക്കെ പറിച്ചിട്ട് തരും. നല്ല അതെ, അതിന്റെ ഇടയിൽ ചേച്ചിയുടെയാണ് ഇത് ആരുടെ കലാവിരുദ്ധകളാണ് ഈ തവളി ഇതൊക്കെ. ചേച്ചി വെച്ചേക്കുന്നോ? ചേച്ചിയാണോ ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്നത്? വെച്ച് പിടിപ്പിക്കല്ല, ഉണ്ണിക്ക് കളിക്കാനല്ലേ ചേച്ചിയുടെ ഐഡിയാസ് ആയിരുന്നു ഇതൊക്കെ. കേടായി തുടങ്ങിയത്. പക്ഷെ അന്ന് വന്ന് ആ ടൈമില് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. അത് കാരണമൊക്കെ അതിനടുത്ത് പോന്നു. മഴ പെയ്യുമ്പോ ഏത് മറ്റേ ഗപ്പിയാണോ? കൊറേ ഉണ്ടല്ലോ അതില്. ഗപ്പി, സാരിവാലൻ, പല കുറെ ഷെയ്ഡുകൾ ഉണ്ടല്ലോ അതില്. വെള്ളം മാറ്റലൊന്നുമില്ല അപ്പൊ അതൊന്നും വേണ്ട. പക്ഷെ അതും വേറെ ശരി. സ്കൂളിൽ പോണ പിള്ളേരൊക്കെ പൊട്ടിച്ചുള്ളൂ. അപ്പൊ പിന്നെ അതെ എന്നാ കാണാം. അതെ അതെ, അതെന്തായാലും ഈ മാസം അവസാനത്തോടു കൂടി മിഡായിട്ടുണ്ടാവോ. പക്ഷെ അതിന്റെ ഇടയിൽ ടെസ്റ്റ് കിട്ടിയത് ചേട്ടന്റെ കാര്യല്ലേ. ചേട്ടന്റെ വരണ്ട ഒരു അറിയില്ല. ചേട്ടന് വരാൻ ചിലപ്പോ എമർജൻസി എടുത്ത് വരും. അല്ല മറ്റേ ഫ്ലൈറ്റിന്റെ ടിക്കറ്റിന്റെ ഓൾറെഡി എടുത്തുണ്ട് ചേട്ടൻ. പക്ഷെ അത്രയ്ക്കൊന്നും നിക്കില്ല ഡോക്ടർ പറഞ്ഞു. അപ്പൊ അടിപൊളി. അപ്പൊ തന്നെ എന്നിട്ട് അമ്മക്ക് എന്നിട്ട് ചേച്ചിനെ കണ്ടിട്ട് വലിയ വ്യത്യാസം തോന്നുന്നുണ്ട് ഇപ്പൊ. പിന്നെ എന്നിട്ട് ഈ വയറൊക്കെ കാണുമ്പോ എന്നിട്ട് പറയില്ലേ ആവാറായി ആയി എന്നൊക്കെ. അപ്പൊ സമയമുണ്ട്. അപ്പൊ ചേട്ടന് പേടിക്കണ്ട അധികം. അപ്പൊ എന്തായാലും ചേട്ടന് അപ്പളിക്കൊക്കെ വന്ന. പിന്നെ എന്നിട്ട് വേറെ എന്തിട്ടൊക്കെ ഇല്ലേ മറ്റേ ആങ്കൊച്ചാണോ പെങ്കൊച്ചാണോ എന്ന് അറിയുന്നത്. അതെന്തിട്ടാന്ന് നമ്മ നേരത്തെ പറഞ്ഞ പോലെ അല്ലേ. ഭാഷ ഒന്നും നോക്കിട്ട് കാര്യമില്ല. നമുക്ക് ആരെയും അതെ സെറ്റാണ്. അല്ല ഞാൻ പണ്ടത്തെ കാര്യങ്ങൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ ഒരു ഇതില്.
അവരിതില് ചോദിച്ചതാണ്. പിന്നെ എന്നിട്ടാ എല്ലാരും നന്നായി എന്നിട്ടാ പ്രാർത്ഥിച്ചോളോ. നല്ല ഉഷാറായിട്ട് ഉണ്ണിയും അമ്മയൊക്കെ നല്ല ഉഷാറായിട്ട് വരാൻ വേണ്ടിട്ട് പ്രാർത്ഥിച്ചോളോ അല്ലെ. അതെ, ചേച്ചിയുടെ അമ്മ തന്നെ അവിടെ വീണ്ടും വലിയ തൈകളുണ്ടോന്ന് നോക്കാണ്. അതെ, ഞങ്ങ പിന്നെ അതിന്റെ ഇടയിൽ അവിടെ ഫുഡ് അടിക്കണതിന്റെ ഇടയിൽ കുറെ എന്നിട്ട് ശരിക്കും വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മ വേറെ എന്തൊക്കെയോ പറഞ്ഞ് തീറ്റ ഫുഡ് കിട്ടിയ പിന്നെ വേറെ കാര്യങ്ങളൊന്നും ആയിരിക്കും ആലോചനയും കാര്യങ്ങളൊന്നും. അതെ, ഭയങ്കര ബിസി ആയി പോകും. പിന്നെ ചേച്ചി നല്ല സ്പെഷ്യൽ ചിക്കനൊക്കെ ഉണ്ടാക്കി KFC സ്റ്റൈല് ചേച്ചിയുടെ റെസിപ്പി അമ്മേനെ കൊണ്ട് പറഞ്ഞ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഉള്ള കാര്യമാണ് ശരിക്കും അങ്ങനെ തന്നെയാണ്. അതെ 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 അതെ, അത് മനസ്സിലായി. പിന്നെ എന്നിട്ടാണ് ഹാപ്പി അല്ലേ അതെ. അമ്മക്ക് ഇപ്പൊ 2 ദിവസമായിട്ട് വീഡിയോസിലൊക്കെ വരുമ്പോ ഇങ്ങനെ വെറുതെ മിണ്ടാണ്ടിരിക്കുക. അമ്മ ഒന്ന് എന്നിട്ട് പഴയ ഉഷാറില് എന്നിട്ട് പറ്റിയ ട്രാവൽ ചെയ്യുമ്പോ മറ്റേ നേരത്തെ പറഞ്ഞ കഥ പോലെ ആള് മൂഡ് ഓഫ് ആവും. ബീച്ചിക്കൊക്കെ പോണെന്ന് പറഞ്ഞു പോകുന്നതാ. ഇനി ബീച്ചിക്കൊക്കെ പോയ കളറാവും. ഇനി വേറെ ദിവസം പോവാ നമുക്ക്. എന്തായാലും പോണ ഒന്നും വേണ്ട. അപ്പൊ എന്നിട്ട് ബീച്ച് സ്നേഹതീരം ബീച്ച് ഇതിന്റെ അടുത്ത് വല്ലവരുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യട്ടാ. പിന്നെ എന്നിട്ട് നമ്മൾ ലോങ് വീഡിയോസ് ഒക്കെ ഇതേപോലെ ഇനി ഇട്ട് തുടങ്ങുന്നുണ്ട്. എല്ലാവരും ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യുക, പവറാക്ക, അടിച്ചു കയറി വരണം. ഒരു ദിവസം പോയിട്ടുണ്ടായി ഇവിടെ വന്നിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ പോയിട്ടുണ്ടായി. ഞങ്ങൾക്ക് കൊറേ ചാളയൊക്കെ കിട്ടി. വഞ്ചിക്കാര് കൊണ്ടുവന്നിട്ട് ഫ്രഷ് ചാള കിട്ടി. ഡെലിവറിക്ക് പോകുമ്പോ പറ്റിയ നമുക്ക് ഡെലിവറി വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കാം. അതെ അതെ, ക്യാമറ തിരിച്ചു കിടക്കൈ നന്നായി കഴിച്ചു. അതെ, ഇവിടുന്ന് എങ്ങനെയാന്ന് വെച്ചാലും നമുക്ക് അവിടെ ചെന്നിട്ടായാലും പറ്റുന്ന വെച്ചാൽ പറ്റണ സാഹചര്യം കാര്യങ്ങളൊക്കെ ആണെന്ന് നമുക്ക് എടുത്ത് നമുക്ക് കളർ. അതെ, ജസ്റ്റ് കമന്റും കാര്യങ്ങളൊക്കെ ഇട്ടാൽ മതി. പിന്നെ നമ്മുടെ ലൈവിൽ ഇപ്പൊ കുറെ പേരൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് കമന്റും കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കളർ വീഡിയോസ് വീണ്ടും വീണ്ടും ഇതേപോലത്തെ ഇറക്കാൻ പറ്റും അല്ലെ. അതെ, അപ്പൊ ഉണ്ണിയൊക്കെ വരുമ്പോ നല്ല അടിപൊളി സാധനങ്ങൾ വീണ്ടും ഇറക്കാൻ പറ്റും. ഉണ്ണി വരാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. കാരണം ഉണ്ണി വന്നു കഴിഞ്ഞാൽ അടിപൊളി വീഡിയോസ് നമുക്ക് വീണ്ടും ഇറക്കാൻ പറ്റും. ഉണ്ണിക്ക് വേണ്ടി കുറെ പേര് നേരത്തെ പറഞ്ഞ പോലെ സപ്പോർട്ടിങ് ഉണ്ട്. അതായത് വന്നിട്ട് വീഡിയോ കാണിക്കണം, അത് ഒക്കെ കാണിക്കണം അല്ലേ. ഫുൾ കാണിക്കും. അതെ, സെറ്റ് അമ്മ എല്ലാം എടുത്ത് അച്ഛമ്മയുടെ. അതെ, അച്ഛമ്മ കേട്ടാ, അച്ഛമ്മ ഞാൻ പാപ്പൻ, അങ്ങനെയാണ്, പവറാണ് അല്ലേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്ന് അവസാനിപ്പിക്കുന്നു. ബൈ 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 ബൈ.